കുട്ടികളിൽ ചുമ ആയിട്ടാണ് സാധാരണ അലർജി മാനിഫെസ്റ്റേഷൻസ് വരാറ്. അത് അലർജി പല രൂപത്തിൽ വരാം. ഒന്ന് ചുമയാണ്, ജലദോഷമായിട്ട് വരാം, സ്കിൻ അലർജികൾ വരാം, പല രൂപത്തിലുള്ള അലർജികൾ. അതിൽ ചുമയാണ് കുട്ടികൾക്കും പാരൻസിനും സാധാരണ കൂടുതൽ ബുദ്ധിമുട്ട് വരാറുള്ളത്. അപ്പോൾ അതിൽ അലർജി ചുമയുടെ ക്ലാസിക്കലായിട്ട് നമ്മൾ കാണുന്ന ഫീച്ചർ രാത്രിയിൽ ഉറക്കത്തിൽ ചുമ വരും. കാര്യമായിട്ടുള്ള പനി ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു പൊടി, തണുപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു റിസ്ക് ഫാക്ടർ തട്ടുമ്പോൾ ചുമ വരുന്നു. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ചുമയ്ക്കുക. അതാണ് ആസ്മയുടെ ഒരു മേജർ ഫാക്ടർ, ഒരു കോമൺ ഫാക്ടർ. പിന്നെ ശ്വാസം മുട്ടിലേക്ക് മാറുന്ന ലക്ഷണങ്ങൾ. വലിവ് പോലെ വരിക, നെഞ്ച് കുഴിഞ്ഞ് ശ്വാസം എടുക്കുക, ശ്വാസം വലിക്കുന്ന സ്പീഡ് കൂടുക. ഇതൊക്കെയാണ് ആസ്മയുടെ ലക്ഷണങ്ങൾ. പ്രധാനമായിട്ട് രാത്രിയിലാണ് സിംറ്റംസ് കൂടുതൽ വരാറ്. അതായത് ചില കുട്ടികൾക്ക് ഒരു മാസത്തിലോ 2-3 മാസത്തിലൊക്കെ ഒരു ചെറിയൊരു അറ്റാക്ക് വരും. നമ്മളൊരു ചുമയുടെ മരുന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നെബുലൈസേഷൻ കൊടുക്കുക, ഇൻഹേലർ കുറയുമ്പം മാത്രം അടിക്കുന്ന ഇൻഹേലർ അങ്ങനെ അടിച്ച് ഒരു 2-3 ദിവസം കൊണ്ട് മാറുന്നു. അത് 2-3 മാസത്തിലൊരിക്കൽ വരുന്നു. അത് നമ്മൾ ഇൻ്റർമീഡിയൻ്റ് ആസ്മ എന്ന് പറയും. പക്ഷേ ചില കുട്ടികൾക്ക് മാസം വരും, അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ വരിക, ശ്വാസം മുട്ട് പോലെ വരിക, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട രീതിയിൽ വരും. അപ്പോൾ അത് കുറച്ചുകൂടി ഒരു പെർസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഒരു മൈൽഡ്, മോഡറേറ്റ്, സിവിയർ പെർസിസ്റ്റൻറ്റ് ലെവലിലേക്ക് നമ്മളതിനെ ക്ലാസിഫൈ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്കൊരു പ്രിവെൻറ്റർ ആവശ്യമാണ്. ഇത് വരാതിരിക്കാൻ ആ കുട്ടികളുടെ വെയിറ്റ് കുറഞ്ഞു പോവുക, ആഹാരം കഴിക്കുന്ന ശരീരത്തിൽ പിടിക്കാതാവുക, ക്ലാസ് മുടങ്ങുക, ഓടാൻ പറ്റുന്നില്ല, ചാടാൻ പറ്റുന്നില്ല, കളിക്കുമ്പോഴെല്ലാം ശ്വാസം മുട്ട് വരും. അപ്പം ഒരു ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ് വരുന്നു, ക്ലാസ് ആബ്സെൻറ്റീസം വരുന്നു, പഠിത്തത്തിൽ മോശമാകുന്നു, വെയിറ്റ് ലോസ് വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മളൊരു പ്രിവെൻറ്റേഴ്സ്, ഇത് വരാതിരിക്കാനുള്ള പ്രിവെൻറ്റേഴ്സായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അത് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇൻഹേലേഴ്സാണ്. ഇൻഹേലേഴ്സാണ് ദ മെഡിസിൻ ഓഫ് ചോയ്സ്. നമ്മൾ പറഞ്ഞാൽ ആസ്മയ്ക്ക് കൊടുക്കുന്ന ഇൻഹേലേഴ്സാണ് പ്രിവെൻറ്റേഴ്സ്. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നാൾ കൊടുക്കും. ഒരു 2-3 മാസം കുഴപ്പമില്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ പതുക്കെ അത് കുറച്ച് ടേപ്പർ ചെയ്ത് നിർത്താറാണ് പതിവ്.